റിയൽ ഭാഗം 6. കഥാരചന ഭീമ എസ്. അവതരണം ഷാജഹാൻ ചളിക്കോട്. ബ്യൂട്ടി ആൻഡ് നൈസ് കമ്പനിയുടെ ഫ്രണ്ട് ഗ്രൗണ്ടിൽ മഞ്ഞയും ചുവപ്പും കളറിൽ ഇലകൾ പൊഴിയുന്ന മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ് റൂബീന. ഒപ്പം ആസിയും. ആസി ചോദ്യഭാവത്തിൽ റൂബീനയുടെ മറുപടി കാത്തുനിന്നു. നീ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാനുള്ള ഒരു മൂഡിലല്ലായിരുന്നു ഞാൻ. എന്ത് പറ്റിയടേ റൂബി നിനക്ക്? സുഖമില്ലെങ്കിൽ വരൂ, നമുക്കടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാമല്ലോ. എനിക്കൊരു കുഴപ്പവുമില്ല, പനിയാണെന്ന് നിന്നോടന്ന് കള്ളം പറയേണ്ടി വന്നു. എന്തിനു വേണ്ടി? അങ്കലാപ്പോടെ ആസി ചോദിച്ചു. റൂബീന കുറച്ചുനേരം നിശബ്ദമായി ആസിയെ നോക്കി. പിന്നീടൊരു പതർച്ചയോടെ അവൾ സംസാരിച്ചു തുടങ്ങി. എനിക്ക് പനിയാണെന്ന് നിന്നോട് പറഞ്ഞ തലേ ദിവസം ബാപ്പിയുടെയും ഉമ്മിയുടെയും ഫോൺ വന്നു. അടുത്ത മാസം ബാപ്പിയും ഉമ്മിയും ആ ചെറുക്കനും കൂട്ടരും നാട്ടിൽ വരുന്നുണ്ടെന്നും കല്യാണം ഉടനെ നടത്തി എല്ലാവർക്കും ദുബായിൽ തിരികെ പോകണമെന്നും എന്നെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു ബാപ്പി വിളിച്ചത്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ആസിയ അല്പം ആദിയോടെ ചോദിച്ചു. ബാപ്പിയോട് ഞാൻ ഹാഷിക്കായുടെ കാര്യം സംസാരിച്ച് ഞാൻ പ്രതീക്ഷിച്ച പ്രതികരണം തന്നെയാണുണ്ടായത്. ഈ കാര്യത്തിൽ അവർ എൻ്റെ ആഗ്രഹം നടത്തിത്തരുകയില്ലെന്നും വാക്ക് കൊടുത്ത ബന്ധം മാത്രമേ നടക്കൂ എന്നും പറഞ്ഞ് ബാപ്പി പ്രശ്നമുണ്ടാക്കി. ഹാഷിക്കായ അല്ലാതെ മറ്റൊരാളെ എനിക്ക് നിക്കാഹ് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ തുറന്നു പറഞ്ഞു. വാക്ക് കൊടുത്ത ബന്ധമാണ്. നാട്ടിലും ആ ചെറുക്കൻ്റെ വീട്ടിലും ഞാൻ നാണം കെടുമെന്ന് പറഞ്ഞു ബാപ്പി. ബാപ്പുപ്പായും കാര്യമറിഞ്ഞു. ഇനി ഞാൻ എന്ത് വേണമെടി? എനിക്ക് ആശിക്കയല്ലാതെ മറ്റൊരു ജീവിതമില്ല. ഈ 2 ദിവസം എങ്ങനെ കഴിച്ചുകൂട്ടിയെന്ന് എനിക്കറിയില്ല. ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ. ആശിക്കായോട് അന്ന് തന്നെ ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം എനിക്ക് സമയം തരണമെന്നും കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും എനിക്ക് വാക്ക് തന്നു. ഇന്നെന്നോട് ഇറങ്ങി വരാൻ പറഞ്ഞിരിക്കുകയാണ്. മുമ്പ് വാക്ക് തന്നതുപോലെ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് നടക്കും. വാപ്പുമ്മയെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയ തക്ക നോക്കി നിന്ന വേഷത്തിൽ തന്നെ അവർ വരും മുമ്പേ ഞാൻ ഇറങ്ങിപ്പോന്നു. നോക്കൂ, എൻ്റേതായ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ആഭരണമോ പൈസയോ ഒന്നും. എൻ്റെ വണ്ടി പോലും. ഹാഷിക്ക എന്നെ അല്ലേ സ്നേഹിച്ചേ? 5 വർഷമായി എന്നെ ജീവനതുല്യം ഹാഷിക്ക സ്നേഹിക്കുന്നു. ആ സ്നേഹമല്ലാതെ മറ്റൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. എനിക്കാരുടെയും ഒന്നും വേണ്ട. നീ ഒരിക്കലും ഇത് അംഗീകരിക്കുകയില്ലെന്നും കൂട്ടുനിൽക്കുകയില്ലെന്നും എനിക്കറിയാം ആസിയ. എങ്കിലും നിന്നോട് പറയാതെ പോകുവാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. ഞാൻ പോവുകയാണ്. ആർക്കും ഒരു ശല്യമാകാതെ എവിടെയെങ്കിലും പോയി ഞങ്ങൾ ജീവിച്ചു കൊള്ളാം. ഒരു ഞെട്ടലോടെ, ഒന്നും അംഗീകരിക്കാനാവാതെ സംസാരശേഷി നഷ്ടപ്പെട്ട നിലയിൽ നിൽക്കുകയാണ് ആസിയ. കാര്യങ്ങൾ കേട്ട് കഴിയുവോളം അവൾ അസ്തമിച്ചു നിന്നുപോയി. നീ എന്തൊക്കെയാ പറഞ്ഞത്? വിശ്വാസം വരാത്ത മട്ടിൽ ആസിയ എടുത്തു ചോദിച്ചു. നീ ആഷിമിൻ്റെ കൂടെ ഇറങ്ങിപ്പോവുകയാണെന്നോ? രജിസ്റ്റർ മാരേജ് നടത്താൻ നിങ്ങൾ തീരുമാനിച്ചുവെന്നോ? അതെ. റൂബീനയുടെ സ്വരം ഉറപ്പുള്ളതായി മാറി. റൂബി, നീ വൈകേടിലാണ്. നീ ഒരിക്കലും ഹാഷിമിൻ്റെ കൂടെ ഇറങ്ങിപ്പോകരുത്. രജിസ്റ്റർ മാരേജ് എന്താണെന്ന് നിനക്കറിയോ? റബ്ബിൻ്റെ മുമ്പിൽ അതിൻ്റെ ഗൗരവം എന്താണെന്ന് നിനക്കറിയുമോ? റൂബീനയപ്പോൾ ആസിയ തടസ്സം നിൽക്കുന്ന മട്ടിൽ അവളെ ഇഷ്ടക്കേടോടെ നോക്കി. രജിസ്റ്റർ മാരേജ് വ്യഭിചാരമാണെന്ന് നിനക്കറിയോ? അതിന് കൂട്ടുനിൽക്കുന്നവർ വ്യഭിചാരത്തിന് കൂട്ടുനിൽക്കുന്ന പോലെയാണ്. അത് യഥാർത്ഥ വിവാഹമല്ല. അങ്ങനെയുള്ള വിവാഹബന്ധം പടച്ചോൻ അംഗീകരിക്കുകയില്ല. അതൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. ഞാൻ പോകും. റൂബീന ഉറപ്പിച്ച മട്ടിൽ വാശിയോടെ പറഞ്ഞു. ഇല്ല, ഞാൻ നിന്നെ വിടുകയില്ല. ഈ പിഴച്ച തെറ്റിലേക്ക് നീ പോകുവാൻ ഞാൻ സമ്മതിക്കില്ല. ആസിയ ബഹളം വെച്ചു. ഒരു ദൃഢനിശ്ചയത്തോടെ റൂബീനയെ അവൾ പിടിച്ചു വലിച്ചു. വിടെന്നെ. റൂബീനയുടെ ഭാവം മാറി. എന്നെ തടഞ്ഞാലുണ്ടല്ലോ. ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തുറച്ച കണ്ണുകളോടെ അവൾ ആസിയെ നോക്കി. ആസിയ വല്ലാതെ ഭയന്നുപോയി. അവളുടെ കൈ അറിയാതെ തന്നെ റൂബീനയിലെ പിടിവിട്ടു. റൂബീനയുടെ അങ്ങനെയൊരു ഭാവമാറ്റം ആസിയ ജീവിതത്തിൽ ആദ്യം കാണുകയായിരുന്നു. റൂബീനയുടെ ആ ഭാവമാറ്റം ആസിക്ക് പരിചയമില്ലാത്ത ഒന്നായിരുന്നു. റൂബീന ആസിയോട് കയർത്തു. നിനക്കെന്താടി അവകാശം ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ? ഈ കാര്യത്തിൽ എൻ്റെ വാപ്പയെ കൂടി ഞാൻ മറക്കുകയാ. റൂബി, നീ പോകരുത് മോളെ. ആസി യാചനയോടുകൂടി അവളെ വീണ്ടും തടയാൻ ശ്രമിച്ചു. ഇപ്പോൾ ഒരാവേശത്തിന് ഇങ്ങനെയുള്ള തെറ്റുകൾ തോന്നാം. ഇത് ജീവിതമാണ് റൂബി. അതൊന്നും നമ്മളെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കില്ല. പിശാച് നമ്മുടെ ഉള്ളിൽ മനോഹരമാക്കി തരുന്ന ഒരു അനുഭവം മാത്രമാണ് ഹറാമായ പ്രണയം. നാളെ അതിൻ്റെ സമയം കഴിയുമ്പോൾ, അല്ലെങ്കിൽ യാഥാർത്ഥ്യബോധം നിന്നെ തേടി വരുമ്പോൾ നിനക്ക് നഷ്ടം വന്നതും എല്ലാറ്റിൻ്റെയും വില അപ്പോഴേ മനസ്സിലാകും. അതിന് നീ അവസരം കൊടുക്കരുത്. ഇതെൻ്റെ അപേക്ഷയാണ് റൂബി. ഈ സമയം നീ എന്നെ തിരുത്തി കുറിക്കാൻ വരികയാണോ? 5 വർഷം എന്നെ ഞാൻ മനസ്സിലാക്കിയ സ്നേഹം പങ്കിട്ട ഹാഷിക്കയാണോ? അതോ ഒരു പരിചയവുമില്ലാത്ത പുതിയ ആളാണോ എനിക്ക് നല്ല ജീവിതം ഓഫർ ചെയ്യുന്നത്? റൂബി, അതൊക്കെ നിന്റെ തെറ്റായ ധാരണയാണ്. തെറ്റിലേക്ക് പോകുന്നവർക്ക് റബ്ബ് കൂട്ടു നിൽക്കുകയില്ല. റബ്ബിൻ്റെ കാവലുണ്ടാവുകയില്ല. സ്വന്തം മാതാപിതാക്കളെ വെറുപ്പിച്ച് അന്യൻ്റെ കൂടെ പോകുമ്പോൾ എങ്ങനെയാണ് ആ ജീവിതം നന്നാകുന്നത്? നീ ഹാഷിമിൻ്റെ കൂടെ ഇറങ്ങിപ്പോകരുത് റൂബി. നിന്നെ ജീവനതുല്യം സ്നേഹിച്ച ആ മാതാപിതാക്കളെ നീ അപമാനിക്കരുത്. അവരെ തീരാ ദുഃഖത്തിലാഴ്ത്തരുത്. അവർക്ക് നീ മാത്രമേ ഉള്ളൂ. പിന്നെ നിന്റെ വാപ്പുമ്മായെയും
ബാപ്പപ്പായും നീ വഞ്ചിക്കരുത്. നിനക്ക് നാട്ടിൽ നിൽക്കണമെന്ന് പണ്ട് ശാഠ്യം പിടിച്ചപ്പോൾ അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടല്ലേ നിന്റെ വാപ്പയും ഉമ്മയും പോയത്? പ്ലീസ് തിരിച്ചു പോടി നീ. ആസിയ വീണ്ടും യാചനയോടെ റൂബീനയെ നോക്കി. എൻ്റെ വീട്ടുകാരെ ഓർത്ത് നീ വേവലാതിപ്പെടണ്ട. ഇങ്ങോട്ട് പോരുമ്പോൾ ബാപ്പപ്പാടെ റൂമിൽ എല്ലാം അറിയിച്ച് ഞാൻ കത്തെഴുതി വെച്ചിട്ടുണ്ട്. അവർ വന്ന് വായിച്ചോളും. റൂബി, നീ ദയവായി പോകരുതടി. ഞാൻ പോകുന്നു. ഇനി ഞാനും നീയും കണ്ടു എന്ന് പോലും വരില്ല. റൂബി പ്ലീസ് പോകരുതേ. ആസിയ വീണ്ടും അവളുടെ കയ്യിൽ കയറി പിടിച്ചു. വിട്. റൂബീന ആ കൈ വീണ്ടും തട്ടിത്തെറിപ്പിച്ചു. നീ പോയിക്കോ. ഇനി മുതൽ ഞാൻ നിന്റെ കൂട്ടുകാരിയല്ല. ഇനി മേലിൽ എൻ്റെ കൺമുന്നിൽ പോലും നീ വന്നു പോകരുത്. ദേഷ്യവും സങ്കടവും കൊണ്ട് ആസിയ കണ്ണുനീറൊഴുക്കി. മനസ്സില്ലാ മനസ്സോടെയാണ് അവളത് പറഞ്ഞത്. 2 സ്റ്റെപ്പ് കാൽ മുന്നോട്ട് വെച്ച് റൂബി അത് കേട്ട് തിരിഞ്ഞു നിന്നു. ആസിയുടെ നേർക്ക് അവളൊന്ന് വിഷമത്തോടെ ഒന്ന് നോക്കി. ഇല്ല, ഇനി ഞാൻ ഒരിക്കലും നിന്റെ മുന്നിൽ വരികയില്ല. പോരെ. റൂബി ആസിയയിൽ നിന്നും നടന്നു മറഞ്ഞു. കാലുകൾ നിശ്ചലമായി. എന്തു ചെയ്യണമെന്നറിയാതെ ആസിയ പകച്ചു നിന്നുപോയി. റൂബീനെ ഒരു ഓട്ടോ വിളിച്ച് ഹാഷിം പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോൾ അവൻ ബൈക്കിൽ അവളെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആഷിക, ഞാൻ വന്നു. എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഓടി വന്നു. നമുക്ക് വേഗം പോകാം. നാളെ നമ്മുടെ വിവാഹം നടത്തണം. റൂബി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. ഇനി എന്ത് കാര്യം ആഷിക? റൂബി സംശയത്തോടെ അവനെ നോക്കി. ഞാൻ പറയുന്ന കാര്യം നീ ക്ഷമയോടെ കേൾക്കണം. എന്ത് കാര്യം? അവളുടെ സ്വരം കടുത്തു. ഹാഷിം റൂബിയുടെ മുഖത്തേക്ക് ഒന്ന് പാളി നോക്കി. അവൾ ഏതാണ്ട് ഉന്മാദാവസ്ഥയിലായതുപോലെ അവന് തോന്നി. നീ വീട്ടുകാർ പറയുന്ന ബന്ധം സമ്മതിക്കണം. ഹാഷിമിൻ്റെ വാക്കുകൾ ചിതറിച്ചിലമ്പിച്ചു. ആഷിക! റൂബി ഒരു സ്തംഭനാവസ്ഥയിലായിപ്പോയി. ഇത് ആഷിക തന്നെയാണോ എന്നോട് പറയുന്നത്? ഇതിനു വേണ്ടിയാണോ ഈ 5 കൊല്ലം നമ്മൾ സ്നേഹിച്ചത്? അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അതെ, ഹാഷിം തുടർന്നു. നമ്മുടെ 2 പേരുടെയും മുന്നോട്ടുള്ള ഭാവിക്ക് ഇനി അതാണ് നല്ലത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ മനസ്സിലാക്കണം റൂബി. എനിക്കൊന്നും കേൾക്കണ്ട. റൂബിയുടെ സ്വരം ഉച്ചത്തിലായി. നമ്മുടെ വിവാഹം നടക്കുമോ ഇല്ലയോ അത് പറയ്. ഇല്ല, അതിന് ബുദ്ധിമുട്ടാണ്. ഹാഷിമിൻ്റെ ശബ്ദത്തിലും മാറ്റമുണ്ടായി. ഞാനൊരു പ്രാരാബ്ധക്കാരനാണ്. കെട്ടിക്കാരായി വരുന്ന 3 പെങ്ങന്മാർ, വഴക്കുമടിയുമായി കഴിയുന്ന എൻ്റെ മൂത്ത ഇത്ത, ഇവരെല്ലാം ഇപ്പോൾ എൻ്റെ ചുമലിലാണ്. പിന്നെ എന്തിനെന്നെ സ്നേഹിച്ചു? അപ്പോൾ അവരൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നോ? റൂബിയുടെ സ്വരം മുറുകി. ഹാഷിം ഒന്ന് പരുങ്ങലിലായി. അടുത്ത നിമിഷം വിദഗ്ധമായി ഹാഷിം അതിനെ മറപിടിച്ചു. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചുപോയി. ഹാഷിം ഗൗരവത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞു. പ്രണയത്തിൻ്റെ മാധുര്യമൊക്കെ കഴിഞ്ഞു ജീവിതത്തിൻ്റെ കാര്യഗൗരവം എത്തുമ്പോൾ നീ എന്നെ മടുക്കും. റൂബിയുടെ സ്വരം പെട്ടെന്ന് സ്നേഹത്തിൻ്റെ നിറവിലായി. ഒരിക്കലുമില്ല ഹാഷിക. പ്രണയവും സുഖവും ദുഃഖവും എല്ലാം ഒരുമിച്ച് അനുഭവിക്കാൻ ആഷികയുടെ കൂടെ ഞാനുണ്ടാകും എന്നും. എന്നെ വിശ്വസിക്കൂ. അവൾ യാചിച്ചു. എനിക്ക് ആഷിക ഒരിക്കലും മടുപ്പാകില്ല. ഇപ്പോൾ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനാകും. പിന്നെ ഞാൻ ഇതിലും കൂടുതൽ എന്ത് വാക്ക് നൽകാനാ? റൂബിയുടെ ക്ഷമ നശിച്ചു തുടങ്ങി. റൂബി, ഹാഷിമിൻ്റെ സ്വരത്തിലും താളം തെറ്റി. നിന്റെ വാപ്പ ഒരിക്കലും മനസ്സറിഞ്ഞ് നമ്മെ സഹായിക്കില്ല. എൻ്റെ വാപ്പിയെ എന്തിനു നോക്കുന്നു? ആഷിക എന്നെയല്ലേ സ്നേഹിച്ചത്? ഹാ, എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഹാഷിം റൂബിയോട് ദേഷ്യപ്പെട്ടു. ജീവിക്കാൻ പണം വേണം. കാര്യം നീ ഒറ്റ മകളൊക്കെ ആയിരിക്കും. പക്ഷേ എന്നെ നിന്റെ വീട്ടുകാർ ഒരിക്കലും അംഗീകരിക്കുകയില്ല. ആഷിക എന്താണ് പറഞ്ഞു വരുന്നത്? അവളും അവനോട് ചൂടായി. നീ നിന്റെ ജീവിതം നോക്കിപ്പോകാൻ. ഹാഷിം രണ്ടും കൽപ്പിച്ച മട്ടിൽ പറഞ്ഞു. മാമായുടെ മകളുമായി എൻ്റെ കല്യാണം ഉറപ്പിച്ചു. ഉടനെ ഉണ്ടാകും. എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടുന്ന കാര്യമാണ്. അവൾക്ക് കുറച്ച് മുടന്തുണ്ട്. എന്നാലും എനിക്കത് നേട്ടമാണ്. അതുകൊണ്ടും ഒറ്റ മകളായതുകൊണ്ടും കുടുംബത്ത് നിർത്തി മാമായുടെ സമ്പത്തൊക്കെ വിശ്വസിച്ചേൽപ്പിക്കാൻ ഒരാൾ വേണം. ആൺമക്കളില്ലാത്തതിനാൽ എന്നെ കുടുംബത്ത് നിർത്താനാണ് മാമായുടെ ഉദ്ദേശം. ഞാൻ സ്വന്തം പെങ്ങളുടെ മകനാണല്ലോ. ഉമ്മ അവർക്ക് വാക്ക് കൊടുത്തുപോയി. എൻ്റെ കുടുംബത്തെയും ഇനി മാമ ഏറ്റെടുത്തുകൊള്ളും. അതിന് നീയൊരു തടസ്സമാകരുത്. ഈ 5 വർഷത്തെ പ്രണയം പറഞ്ഞ് ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ടെ. നിന്റെ വാപ്പ എനിക്ക് 5 പൈസ തരുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ. ബാക്കി പറയാൻ റൂബീന അവനെ അനുവദിച്ചില്ല. എടാ ദുഷ്ട! അവൾ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കടന്നു പിടിച്ചു. നീ എൻ്റെ പണത്തിനാണല്ലേ മോഹിച്ചത്? നീ എന്നെ ചതിച്ചു. ഇനി നീ അങ്ങനെ സുഖമായി ജീവിക്കണ്ട. എനിക്ക് ജീവനുണ്ടെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കില്ല. റൂബീന ഹാഷിമിൻ്റെ കോളറിൽ പിടിച്ച് ഒരു ഭ്രാന്തിയെപ്പോലെ അലറി. ചീ പോടി! ഹാഷിം റൂബീനയുടെ കൈ ആഞ്ഞെറിഞ്ഞു. അവൾ പിന്നോട്ട് വേച്ചുപോയി. അറിയാതെ അവൾ ഓർത്തുപോയി. ഇതുപോലെയായിരുന്നു നേരത്തെ താൻ ആസിയെ തള്ളിയെറിഞ്ഞത്. അതോർത്തപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ ധാരധാരയായി ഒഴുകി. അപ്പോൾ ഇടുത്തി പോലെ വീണ്ടും ഹാഷിമിൻ്റെ വാക്കുകൾ. എടി, നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്. പ്രണയിച്ച് കെട്ടുന്നത് വലിയ കാര്യവും മിടുക്കുമാണെന്ന്. ആണുങ്ങളാകുമ്പോൾ പെണ്ണുങ്ങളെ വളച്ചെന്നിരിക്കും എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ ആർക്കും പ്രണയം അഭിനയിക്കാനൊന്നും പറ്റുകയില്ല. ജീവിത ചുറ്റുപാടുകൾ മാറുമ്പോൾ പ്രണയമൊക്കെ വെറും ആവിയായി പോകും. പലരും അത് പുറമേ കാണിക്കില്ല.
മറ്റുള്ളവരുടെ മുന്നിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റായി അത് പോകും. പിന്നെ ഞാൻ നിന്നെ എങ്ങനെ ചതിച്ചുവെന്നാ? പ്രേമിച്ചത് നിന്റെ ഇഷ്ടത്തോടെ എന്ന് കരുതി നിന്റെ മാനമൊന്നും ഞാൻ നശിപ്പിച്ചില്ലല്ലോ. എടി, കല്യാണം കഴിഞ്ഞാൽ നീ എന്നെയും തേച്ചിട്ട് പോകില്ല എന്ന് എന്താണ് ഉറപ്പ്? പ്രണയിച്ചു കല്യാണം കഴിക്കുമ്പോൾ എന്നെപ്പോലെയുള്ള ആണുങ്ങൾക്ക് നിന്നെയൊക്കെ സംശയത്തിൻ്റെ കണ്ണിലേ കാണാൻ പറ്റും. ആണുങ്ങൾ പല കോപ്രായങ്ങളും ചെയ്തു വന്നിരിക്കും. പക്ഷേ മണിയറയിൽ കടന്നു വരേണ്ട പെണ്ണ് എല്ലാം കൊണ്ടും നിഷ്കളങ്കയാകണമെന്ന ഏതൊരു പുരുഷനും സ്വപ്നം കാണുന്നേ. എൻ്റെ മാമാടെ മോൾ നിന്നേക്കാൾ സുന്ദരിയും പരിശുദ്ധയുമാണ്. അവൾ ആരെയും കൂടെ കറങ്ങി നടന്നിട്ടില്ല, ആരെയും പ്രേമിക്കാനും പോയിട്ടില്ല. എനിക്ക് അവളെ മതി. റൂബീന പ്രതികരണം നഷ്ടപ്പെട്ട വല്ലാത്ത മാനസികാവസ്ഥയിൽ ഹാഷിമിനെ ദയനീയമായി നോക്കി. ഒരവസാന ശ്രമമെന്നോണം അവൾ യാചിച്ചു. ഹാഷിക്ക, എന്നെ എങ്ങനെ അപമാനിക്കാൻ എങ്ങനെ കഴിയുന്നു? ഞാൻ നിങ്ങളെ അല്ലാതെ മറ്റാരെയും സ്നേഹിച്ചിട്ടില്ല, ഇനി അതിന് കഴിയുകയുമില്ല. അതുപോരല്ലോ. ഹാഷിം പരിഹാസത്തിൽ ചിരികൂട്ടി. ഹാഷിക്ക, എന്നെ കൈവിടരുതേ പ്ലീസ്. അവൾ വീണ്ടും കെഞ്ചിക്കീണു. ചീ, പോടി പോ. ഇനിയെങ്കിലും നീയേ നിന്റെ കൂട്ടുകാരി ആസിയെ കണ്ട് പഠിക്ക്. അവളാണടി പെണ്ണെങ്കിൽ പെണ്ണ്. ഒന്ന് പോയി കുളിച്ച് നിസ്കരിച്ച നിന്റെ മനസ്സിനേറ്റ ചാബല്യവും കളങ്കപ്പെട്ട മനസ്സും റബ്ബ് പൊരുത്തു തരുമായിരിക്കും. എന്നിട്ട് വീട്ടുകാർ പറയുന്നവനെ കെട്ടി ജീവിക്കാൻ നോക്ക്. ഇല്ല, ഞാൻ നിങ്ങളെ വിടില്ല. റൂബീനയുടെ ശൗര്യം വീണ്ടും ഉയർത്തെഴുന്നേറ്റു. അപമാനഭാരത്താൽ അവൾ വീണ്ടും വീണ്ടും നീറിപ്പോയി. ആഹാ, നീ എന്തിനു നശിക്കാൻ പോയി? വീണ്ടും പരിഹാസം. എന്നാ പോയി മരിക്കടി. ഇപ്പോൾ അങ്ങോട്ട് മാറി നിൽക്ക്. ഞാൻ ഇന്ന് തന്നെ ഈ സ്ഥലം വിടും. നീ എന്നൊന്ന് ജീവിക്കാൻ അനുവദിക്കൂ. ഹാഷിം തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ബൈക്ക് വിട്ടടിച്ചുപോയി. റൂബീന മുറിവേറ്റ ഹൃദയത്തോടെ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. ഹാസിയ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, നീയായിരുന്നു സത്യം, ഏറ്റവും വലിയ ശരി. ഞാൻ നിന്റെ വില അറിയാതെ പോയല്ലോ. നീ എൻ്റെ എത്ര നല്ല സുഹൃത്തായിരുന്നു. നീയാണ് യഥാർത്ഥ കൂട്ടുകാരി. എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കൂ. റൂബീന തകർന്ന മനസ്സുമായി ബോധമില്ലാത്തവളെപ്പോലെ ലക്ഷ്യമില്ലാതെ എങ്ങോട്ടോ നടന്നു. ആസിക്ക് അന്നുമുണ്ടായിരുന്നു റബ്ബിനോട് പറയുവാൻ ഒരുപാട് നൊമ്പരങ്ങൾ. റൂബീനക്ക് നേർവഴി കാണിക്കുവാൻ റബ്ബിനോട് അവൾ ദുആ ചെയ്തു. നാളെ അവരുടെ വിവാഹം നടന്നേക്കാം. റബ്ബേ, അതുണ്ടാകരുതേ. അവളുടെ വഴി ശരിയല്ലല്ലോ. അവൾ തെറ്റ് മനസ്സിലാക്കി പാശ്ചാത്തപിച്ച് വന്നിരുന്നുവെങ്കിൽ. ആസിയ അങ്ങനെ ആശിച്ചുപോയി. അവൾ റൂബീനയ്ക്ക് വേണ്ടി തഹജ്ജുദ് നമസ്കരിച്ചു. സുബഹിയാകും വരെ കിതാബോധി കരഞ്ഞു ദുആ ചെയ്തു. സുബഹി നിസ്കാരമെല്ലാം കഴിഞ്ഞ് ആസിയ പുലരിയെ വരവേറ്റത് വളരെ ഞെട്ടുന്ന ഒരു ദുഃഖവാർത്ത കേട്ടുകൊണ്ടാണ്. റൂബീന ആത്മഹത്യ ചെയ്തു. അതറിഞ്ഞതും ആസിയ ബോധം കെട്ട് നിലത്ത് വീണു. അടുത്ത ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. തുടരും.